വെൽക്കം ബാക്ക് ടു ആർബ്ലി കിച്ചൻ. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ക്യാരറ്റ് കൊണ്ടൊരു മിൽക്ക് ഷേക്ക്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതേ പാലെടുത്തിട്ടുണ്ട്. പാൽ നന്നായി തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണിത്. 1/2 ലിറ്റർ പാലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് ക്യാരറ്റ് ഇതേ ഞാൻ ഇതുപോലെ പീസാക്കി അരിഞ്ഞിട്ട്, ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ്, പച്ച ക്യാരറ്റല്ല, വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റാണിത്. ഒരു 250 ഇല്ല, അതിലും കുറവ്, 100-150 ഗ്രാം എന്ന് പറയാം, അത്രയുള്ള ക്യാരറ്റ്. പിന്നെ അതുപോലെ തന്നെ ഞാലിപ്പൂവൻ പഴം, അത് പഴുത്താണ്, അതും ചെറിയ പീസാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ ഇച്ചിരി ഈത്തപ്പഴം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാം കൂടി അടിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് പുറത്തും കൂടി ഇട്ടിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി ഇതിലേക്ക് മിക്സി നമ്മുടെ അടിക്കാനായിട്ടുള്ള ജാർ എടുത്തിട്ടുണ്ട് ഞാൻ മിക്സിയുടെ. അതിലേക്ക് ക്യാരറ്റ് വേവിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാലിപ്പൂവൻ പഴം, ഇനി ഈത്തപ്പഴം, അതുകൊണ്ട് കഴിഞ്ഞാൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഇനി അതിലേക്ക് നമുക്ക് പാലൊഴിക്കാം. ഇനി നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഞാൻ. അപ്പോൾ അതേ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതിപ്പോൾ അണ്ടിപ്പരിപ്പ് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇനി ബദാം, പിസ്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിട്ടു. ഇനി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യലി ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ടെന്നറിയോ, വാനിലയുടെ ഐസ്ക്രീം, അതും കൂടി ഇട്ടാൽ സൂപ്പർ ടേസ്റ്റ് ആവും നമ്മുടെ ഈ ക്യാരറ്റ് മിൽക്ക് ഷേക്ക്. അപ്പോൾ നിങ്ങളെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.